ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് സ്ലൈഡ്സിലേക്ക് പോയാലോ? ഓക്കെ, ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യനെ ഒരു നാഷണലിസ്റ്റ് കൺട്രി ആക്കി മാറ്റിയത്, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തത് ഏതൊക്കെ സന്ദർഭങ്ങൾ, ഏതൊക്കെ ഈവൻറ്റ്സ് താണ്ടിയിട്ടാണ് ഈ നമ്മളെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തത് എന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, the war created a new economic and political situation. ഒരു യുദ്ധം നടക്കുമ്പോൾ എന്താണ്, അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, തകർന്നടിയും അല്ലേ. ഒരു എക്കണോമി തന്നെ അവിടെ തകർന്നടിയും അല്ലേ. ഓക്കെ, ഇറ്റ് ലെഡ് ടു ഹ്യൂജ് ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. അപ്പൊ യുദ്ധം വരുമ്പോൾ എന്താണ്, നമ്മൾ ആർമിക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ എന്താണ് നമ്മൾ പൈസ അല്ലെ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, which was financed by war loans and increasing taxes. അല്ലേ, war loans increase കൂടും, അതുപോലെ തന്നെ ടാക്സസ് കൂടും, കസ്റ്റം ഡ്യൂട്ടീസ് വെയർ റേസ്ഡ്, അതുപോലെ തന്നെ കസ്റ്റം ഡ്യൂട്ടീസ് റേസ് ചെയ്യും, ആൻഡ് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു മക്കളെ, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ദ വാർ ക്രിയേറ്റഡ് എ ന്യൂ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. എന്തൊക്കെ ചേഞ്ചസ് ആണ് വാർ കൊണ്ടുവന്നത്? നമ്മൾ വാറിന് കൂടുതൽ എന്താണ് പൈസ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഇറ്റ് ലെഡ് ടു എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൾസോ the war loans was introduced and increasing the taxes and also custom duties were raised അല്ലേ. കസ്റ്റം ഡ്യൂട്ടീസ് ഒക്കെ കൂടി, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, through the war years the prices were increased. എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങി അത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ സാധനങ്ങൾക്കും എന്തായിരിക്കും, വില കൂടും അല്ലേ. ആൻഡ് doubling between 1913 and 1918 led to extreme hardship for the common people. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, സാധാരണക്കാർക്ക് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. എന്താന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ വില കൂടുമ്പോൾ അവർക്ക് വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് അല്ലേ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കിയാലോ. വില്ലേജസ് വെയർ കോൾഡ് അപ്പോൺ ടു സപ്ലൈ സോൾജിയേഴ്സ്. എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് കൂടുതൽ ഈ വില്ലേജസ് പീപ്പിൾ ഉണ്ടാവല്ലോ, അവരെന്ത് ചെയ്തു, ഈ വില്ലേജ് വെയർ കോൾഡ് അപ്പോൺ ടു സപ്ലൈ സോൾജിയേഴ്സ്. ഈ വില്ലേജിലുള്ള കുറെ പീപ്പിൾ ആയിരിക്കും ഈ സോൾജിയേഴ്സിനൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ഫോഴ്സ്ഡ് റിക്വയർമെന്റ് ഇൻ റൂറൽ ഏരിയ കോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആങ്കർ. ഓക്കെ, അങ്ങനെ കുറെ സോൾജിയേഴ്സിന് വാറിന് വേണ്ടിയിട്ട് ഈ വില്ലേജ് ഏരിയയിലുള്ള ആളുകൾ കൊടുത്തു. ഇവരൊക്കെ എന്താണ് ഇവരെ മക്കളെയൊക്കെ എന്താണ് ഈ ഒരു ആർമീന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റിൽ നോക്കിക്കേ. Then in 1918 and 1919 and 1920 to 21 എന്താണ് നടന്നത്? The crops failed in many parts of India. അങ്ങനെ 1918 മുതൽ 1919 വരെ, അതുപോലെ തന്നെ 1920 മുതൽ 21 വരെയുള്ള കാലഘട്ടം, ആ ഒരു ടൈമിൽ അവിടെയുള്ള ധാന്യങ്ങളൊക്കെ നശിച്ചുപോയി. ഓക്കെ, ആൻഡ് ഇറ്റ് റിസൾട്ട്സ്, അങ്ങനെ ധാന്യങ്ങൾ നശിച്ച അവിടെ എന്ത് വരും മക്കളെ, there will be an acute shortage of food അല്ലേ, അവിടെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടും അല്ലേ. പിന്നെ ദിസ് വാസ് accompanied by an influenza epidemic. എന്ന് പറയുമ്പോൾ വേറെ രാജ്യത്തുള്ള ആളുകൾ ഇവിടെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ കൂടെ എന്ത് വരും, ഓരോ പകർച്ചവ്യാധികളും പടരും അല്ലേ. അപ്പൊ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് 1921. അപ്പൊ മക്കളെ 1921 സെൻസസ് പ്രകാരം 12 to 13 million people, 12 to 13 ലക്ഷക്കണക്കിന് ആളുകള് എന്ത് മൂലം മരിച്ചു എന്നാണ് പറയുന്നത്, ഭക്ഷ്യക്ഷാമം മൂലവും അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധി മൂലം മരണപ്പെട്ടു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ, ഇറ്റ് ഈസ് villages were called upon to supply soldiers അല്ലെ, അവരുടെ മക്കളെയൊക്കെ സോൾജിയേഴ്സ് ആയിട്ട് റിക്രൂട്ട്
ചെയ്തു അല്ലെ. പിന്നെ 1918 to 1920 to 1921 ഈ വർഷത്തിൽ എന്ത് സംഭവിച്ചു? The crops failed in many parts of India അല്ലെ. കുറെ ക്രോപ്സ് ഒക്കെ നശിച്ചു. അതുമൂലം എന്താണ് അതിന്റെ റിസൾട്ട്? It led to acute shortages of food അല്ലെ. അവിടെ ഭക്ഷ്യക്ഷാമം പടർന്നു. ആൻഡ് തേർഡ് പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് മക്കളെ? This was accompanied by an influenza epidemic. അവിടെ ഒരു പകർച്ചവ്യാധി പടർന്നു. അത് 1921 സെൻസസ് പ്രകാരം എത്ര ആളുകൾ അതിൽ മരണപ്പെട്ടു ഈ ഒരു ഇൻഫ്ലുവൻസ എപ്പിഡമിക് മൂലം, അതുപോലെ തന്നെ ഈ ഭക്ഷ്യക്ഷാമം മൂലം? എത്ര ആളുകളാ പറഞ്ഞേ? It is 12 to 13 million people അല്ലേ. ഓക്കെ, നെക്സ്റ്റ് slide. People hoped that their hardship would end after the war was over. അല്ലേ? എന്ന് വെച്ചാല് ഈ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആശയുണ്ട്. എന്താന്ന് വെച്ചാല് ഈ യുദ്ധം കഴിഞ്ഞാലെങ്കിലും ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമല്ലോ എന്നൊരു സ്വപ്നം ആരുടെ ഉള്ളിലുണ്ട് മക്കളെ? അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെ. But that did not happen. പക്ഷെ എന്താ, യുദ്ധം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അവർക്ക് ജീവിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാം തകർന്നടിയും അല്ലെ, ആ സൊസൈറ്റി മൊത്തം ഡിമോളിഷ്ഡ് ആവും അല്ലേ. ഓക്കെ, അറ്റ് ദിസ് സ്റ്റേജ് എ ന്യൂ ലീഡർ അപ്പിയർഡ്. ഈ ഒരു ടൈമിലാണ് ഒരു പുതിയ ലീഡർ ഈ ജനങ്ങൾക്ക് വേണ്ടി അല്ലെ വന്നത്. ആൻഡ് സജസ്റ്റഡ് എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ. അപ്പോൾ ഇവരുടെ ഈ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം വരണമെങ്കിൽ ഒരു പുതിയ സ്ട്രഗിൾ തന്നെ ഓർഗനൈസ് ചെയ്തു ആ ഒരു ലീഡറിന്റെ ലീഡർഷിപ്പിൽ എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞത്? ജനങ്ങള് നല്ലൊരു നാളേക്ക് വേണ്ടി സ്വപ്നം കണ്ടു എന്നുള്ളതാട്ടോ ഈ പോയിന്റിൽ പറയുന്നത്. ബട്ട് that did not happen. പക്ഷെ അങ്ങനെയുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്നുള്ളതാട്ടോ പറയുന്നത്. What about the second point? At this stage a new leader was appeared. അപ്പോഴായിരുന്നു ഒരു പുതിയ ലീഡറിന്റെ കടന്നുവരവ് അല്ലെ. അത് എന്താ, ലീഡർ എന്താണ് സജസ്റ്റ് ചെയ്തത് മക്കളെ? It is a new mode of struggle. ഒരു പുതിയ അല്ലെ സ്ട്രഗിൾ ഓർഗനൈസ് ചെയ്തു ആ ഒരു ലീഡറിന്റെ ലീഡർഷിപ്പിൽ എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ആരാണ് ആ ലീഡർ എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, that is the idea of സത്യാഗ്രഹ. സത്യാഗ്രഹ എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് ഏത് ലീഡറിനെയാണ്, ഏത് നാഷണലിസ്റ്റ് ലീഡറിനെയാണ് ഓർമ്മ വരുന്നത്? പറഞ്ഞേ, ആർക്കൊക്കെ അറിയുന്ന ടീച്ചർ നോക്കട്ടെ. Yeah, very good. Mahatma Gandhi അല്ലെ. Mahatma Gandhi returned to India in January 1915. അങ്ങനെ നമ്മുടെ മഹാത്മാഗാന്ധി ഫാദർ ഓഫ് നാഷൻ അല്ലേ, എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്? ജനുവരി 1915 അല്ലേ. 1915 ജനുവരി മാസത്തിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യ സന്ദർശിച്ചത്. He had come from South Africa. അദ്ദേഹം എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് മക്കളെ? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അല്ലെ. Where he had successfully fought and his racist regime with a novel method of mass agitation which he called satyagraha. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം എന്തിനു വേണ്ടി പോരാടി എന്ന് വെച്ചാല് വർഗ വിവേചനത്തിനെതിരെ അദ്ദേഹം അവിടെ മാസ് എഡ്യൂക്കേഷൻ, കുറെ ആളുകളെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവിടെ സ്ട്രഗിൾ ഫോം ചെയ്തു അല്ലെ. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഇറ്റ് ഈസ് സത്യാഗ്രഹ അല്ലെ. വർഗീയ വിവേചനത്തിനെതിരെ അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ബുക്കിൽ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ബുക്ക് മക്കളിൽ കുറെ പേര് വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോ അതിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താണ്, അദ്ദേഹം താഴ്ന്ന ജാതി അല്ലെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്താക്കി, ട്രെയിനിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. ബട്ട് അദ്ദേഹത്തിനെ വേറെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് മാറ്റുകയല്ല ചെയ്തത്. ഇറ്റ് ഈസ് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ എംഫസൈസ് ദ പവർ ഓഫ് ട്രൂത്ത് അല്ലെ. സത്യത്തിന്റെ പാതയിലേക്ക് എല്ലാവരെയും നയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളെ? ഈ സത്യാഗ്രഹന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
and the need to search for truth. അല്ലെ, സത്യത്തിന് വേണ്ടി ഉള്ള പാതയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹ രൂപീകരിച്ചത് അല്ലെ. അപ്പോ തേർഡ് പോയിന്റ് നോക്കിക്കേ. It suggested that if the cause was true, അല്ലെ, if the struggle was against the injustice, then physical force was not necessary to fight the oppressor. അല്ലെ, സത്യം നമ്മുടെ സൈഡിലാണെങ്കിൽ അല്ലെ, ഒരു ഫിസിക്കൽ ഫോഴ്സ്, ഒരു അടിയും പിടിയുടെ ഒന്നും കാര്യമില്ല. നമുക്കെതിരെ നിൽക്കുന്ന ആള് അല്ലെ, ആളുടെ അടുത്താണ് തെറ്റെങ്കിൽ ഒരു അടിയും പിടിയും ഒന്നിന്റെയും കാര്യമില്ല എന്നാണ് ആര് പറയുന്നത് മക്കളെ? നമ്മുടെ ഗാന്ധിജി പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? മഹാത്മാഗാന്ധി എന്നാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്? ജനുവരി 1915 and he had come from South Africa, where he had successfully fought against what? Racist regime, which he is called as സത്യാഗ്രഹ. ആ ഒരു റേസിസ്റ്റ് റിജിമിന് എതിരെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു മാസ് എജിറ്റേഷൻ ആയിരുന്നു എന്ത് മക്കളെ? സത്യാഗ്രഹ അല്ലെ. സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താണ്? ഐഡിയ ഓഫ് സത്യാഗ്രഹ, ദ എയിം ഓഫ് സത്യാഗ്രഹ എന്ന് പറയുന്നത് എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇറ്റ് ഈസ് ദ നീഡ് ടു സെർച്ച് ഫോർ ട്രൂത്ത് അല്ലെ. ആൻഡ് തേർഡ് പോയിന്റ് എന്താണ് ടീച്ചർ പറഞ്ഞത്? If the struggle was against injustice, അഴിമതിക്കെതിരെയാണ് നമ്മുടെ ഈ ഒരു സംഘർഷമെങ്കിൽ നമുക്ക് അടിയും പിടിയുടെ കാര്യമൊന്നുമില്ല, നമുക്കെതിരെ നിൽക്കുന്ന ആളുടെ മേലേക്ക് എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ അടുത്ത സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കളെ. വിതൗട്ട് സീക്കിംഗ് വെനിജൻസ് ഓർ ബീങ് അഗ്രസീവ്, മറ്റുള്ളവരോട് അടിക്കും പിടിക്കും ഒന്നും പോവാതെ അല്ലെ, സത്യാഗ്രഹി, ഒരു സത്യാഗ്രഹി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാ മഹാത്മാഗാന്ധി പറഞ്ഞത്? സത്യാഗ്രഹി could win the battle through non-violence അല്ലെ, ഒരു വയലൻസും ഉണ്ടാക്കാതെ നന്മയുടെ പാത താണ്ടി വേണം നമ്മൾ എല്ലാം വിജയിച്ച് നേടാൻ വേണ്ടിയിട്ട് എന്നാണ് ആര് പറയുന്നത് മക്കളെ? ഗാന്ധിജി പറയുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. This could be done by appealing to the conscience of oppressor അല്ലെ. എങ്ങനെയെങ്കിലും നോൺ വയലൻസിലൂടെ ആ ഒപ്രസറിന്റെ മൈൻഡ് നമ്മൾ കീഴടക്കണം. എങ്ങനെയൊക്കെ? People, including the oppressors, had to be persuaded to see the truth. സത്യത്തിന്റെ പാത ആര് ഇതാക്കണം എന്നാ പറയുന്നത്? നമ്മള് ജനങ്ങള് പെർസ്യൂ ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഫോഴ്സ്ഡ് ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത് ത്രൂ ദ വയലൻസ്. വയലൻസിലൂടെ സത്യം നേടിയെടുക്കാൻ നമ്മൾ പോകരുത്. നോൺ വയലൻസിലൂടെ മാത്രമേ നമുക്ക് എന്ത് കീഴടക്കാൻ പറ്റൂ? മറ്റുള്ളവരുടെ മനസ്സ്, അല്ലെങ്കിൽ ട്രൂത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് കീഴടക്കാം? മറ്റുള്ളവരുടെ മൈൻഡ് നമുക്ക് കീഴടക്കാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത് മക്കളെ? ഗാന്ധിജി പറയുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? വിതൗട്ട് സീക്കിംഗ് വെനിജൻസ് ഓർ ബീങ് അഗ്രസീവ്, സത്യാഗ്രഹി കുഡ് വിൻ ദ ബാറ്റിൽ ത്രൂ നോൺ വയലൻസ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് അതല്ലേ ഡീറ്റെയിൽ ചെയ്യുന്നത്. വാട്ട് അബൌട്ട് സെക്കൻഡ് പോയിന്റ്? ദിസ് കുഡ് ബി ഡൺ ബൈ അപ്പീലിംഗ് ടു ദ കോൺഷ്യൻസ് ഓഫ് ദി ഒപ്രസർ, and people, including the oppressors, had to be persuaded to see the truth instead of being forced to accept truth through the use of violence എന്നാണ് പറയുന്നത്. വയലൻസിന്റെ പാത നമ്മൾ സ്വീകരിക്കരുത്. ഇറ്റ് ഈസ് ത്രൂ ദ നോൺ വയലൻസ് എല്ലാവിധ ട്രൂത്തും നമ്മൾ ഗെയിൻ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ സൈഡിലാണ് സത്യമെങ്കിൽ നോൺ വയലൻസിലൂടെ നമുക്ക് എന്ത് നേടാം? ആ ഒരു ഇതിന്റെ വിജയം നേടാം എന്നുള്ളതാണ് നമ്മുടെ ഗാന്ധിജി നമുക്ക് പകർന്നു തരുന്ന സന്ദേശം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? Okay. By this struggle, truth was bound to ultimately triumph. അല്ലെ, സത്യത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയുള്ളൂ. പിന്നെ മഹാത്മാഗാന്ധി ബിലീവ്ഡ് ദാറ്റ് ദിസ് ധർമ്മ ഓഫ് നോൺ വയലൻസ് കുഡ് യുണൈറ്റ് ഓൾ ഇന്ത്യൻസ്. ഇങ്ങനെയുള്ള നോൺ വയലൻസിലൂടെ എല്ലാവരും അല്ലെ, സത്യം നമ്മുടെ സൈഡിലാണെങ്കിൽ നോൺ വയലൻസിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ നമ്മളെ ഒപ്രസ് ചെയ്യുന്നവരുടെ മനസ്സ് നമുക്ക് കീഴടക്കാൻ പറ്റും അല്ലെ. അങ്ങനെ നമ്മൾ നോൺ വയലൻസിന്റെ പാത സ്വീകരിച്ചാൽ, സത്യത്തിന്റെ പാത സ്വീകരിച്ചാൽ നമുക്ക് എല്ലാ ഇന്ത്യൻസിനെയും ഒന്നാക്കി മാറ്റാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആര് പറയുന്നത് മക്കളെ? നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത് അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. After arriving in India,
Mahatma Gandhi successfully organized satyagraha movements in various places. അങ്ങനെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നപ്പോ കുറെ സത്യാഗ്രഹ മൂവ്മെന്റ്സ് കുറെ ഇന്ത്യൻ പ്ലേസസിലൊക്കെ ഫോം ചെയ്തിട്ടോ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ തേർഡ് പോയിന്റ് നോക്കിക്കേ. In 1917 he traveled to Champaran in Bihar. ബീഹാറിലെ ഒരു പ്ലേസ് ആയിട്ടുള്ള ചാമ്പാരനില് ഗാന്ധിജി എപ്പോ സന്ദർശിച്ചു? ഏത് വർഷമാണ് മക്കളെ സന്ദർശിച്ചത്? ഇറ്റ് ഈസ് ഇൻ 1917. 1917 അദ്ദേഹം ബീഹാറിലെ ചാമ്പാരൻ പ്ലേസില് വിസിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? to inspire the peasants to struggle against the oppressive plantation system. അല്ലേ? അപ്പൊ അദ്ദേഹം ചാമ്പാരനില്, മഹാത്മാഗാന്ധി ബീഹാറിലെ ചാമ്പാരനിൽ പോയത് എന്തിനാണ്? ഇങ്ങനെ അവിടെയുള്ള പെസൻസ്, പ്ലാന്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന പെസൻസ് ഇല്ലേ മക്കളെ, അവരോട് പോരാടാൻ വേണ്ടിയിട്ടാണ്. അവരെ ഒപ്രസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ പോരാടണം, മിണ്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മഹാത്മാഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? By this struggle, truth was bound to ultimately triumph. എപ്പോഴാണെങ്കിലും നമ്മൾ സത്യത്തിന്റെ പാതയാകുമ്പോൾ വിജയം നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അല്ലെ. മഹാത്മാഗാന്ധി believed that this dharma of non-violence could unite all Indians. ഈ ഒരു നോൺ വയലൻസിന്റെ ധർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇന്ത്യക്കാരെയും ഒരുമിപ്പിക്കാം എന്നുള്ളതാണ് മഹാത്മാഗാന്ധിന്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? After arriving in India, Mahatma Gandhi successfully organized satyagraha movements in various places. അങ്ങനെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും സത്യാഗ്രഹ മൂവ്മെന്റ്സ് രൂപീകരിച്ചു എന്നുള്ളതാണ് ട്ടോ മക്കളെ സെക്കൻഡ് പോയിന്റ്. വാട്ട് അബൌട്ട് തേർഡ് പോയിന്റ്? In 1917 he traveled to ചാമ്പാരൻ in ബീഹാർ. ബീഹാറിലെ ചാമ്പാരനിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെയുള്ള പെസൻസിനോട് പറഞ്ഞു to struggle against the oppressive plantation സിസ്റ്റത്തിനെതിരെ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി പെസൻസിനോട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കിയാലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Then in 1917, 1917 തന്നെ he organized a satyagraha. അദ്ദേഹം ഒരു സത്യാഗ്രഹ രൂപീകരിച്ചു to support the peasants of Kheda district of Gujarat. ഇപ്പോ ചാമ്പാരനിൽ അദ്ദേഹം പെസൻസ്, പ്ലാന്റേഷൻ പെസൻസിനോട് അവരുടെ ഒപ്രസർക്കെതിരെ പോരാടാൻ പറഞ്ഞതുപോലെ തന്നെ അതേ വർഷം 1917 അദ്ദേഹം ഒരു സത്യാഗ്രഹ ഗുജറാത്തിലെ ഖേഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില്, ഖേദ ഡിസ്ട്രിക്റ്റില് പെസൻസിനോടും പോരാടാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, മനസ്സിലായില്ലേ മക്കൾക്ക്? സെക്കൻഡ് പോയിന്റ് എന്താ നോക്കിയാലോ. It is affected by crop failure and plague epidemic. The peasants of Kheda could not pay the revenue. എന്താണ് ഗുജറാത്തിലെ ഖേഡ ഡിസ്ട്രിക്റ്റിലെ പ്രശ്നം എന്ന് നമുക്ക് നോക്കിയാലോ. അവിടെ എന്ന് വെച്ചാൽ അവിടെയുള്ള എന്താണ് ധാന്യങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു. ആൻഡ് പ്ലാഗ് എപ്പിഡമിക്, അവിടെ പകർച്ചവ്യാധികൾ മൊത്തം പടർന്നു അല്ലെ. അപ്പോ എന്താണ് ഈ അവിടെ നിൽക്കുന്ന ഖേദ ഡിസ്ട്രിക്റ്റിലുള്ള പെസൻസിന് ടാക്സ് പേ ചെയ്യാനുള്ള അവസ്ഥയില്ല അല്ലേ. ആൻഡ് ഡിമാൻഡിങ് ദാറ്റ് റവന്യൂ കളക്ഷൻ ബി റിലാക്സ്ഡ്. അങ്ങനെ അവരെന്തിനു വേണ്ടിയിട്ടാ പോരാടുന്നത്? ഇത്തരം ടാക്സസ് കുറയ്ക്കണം അല്ലേ എന്നുള്ളതാണ് ഇവർ പോരാടിയത്. ഓക്കെ, അപ്പൊ 1918 മഹാത്മാഗാന്ധി എന്തൊക്കെയാണ് ചെയ്തത്? മഹാത്മാഗാന്ധി went to അഹമ്മദാബാദ്. ഗാന്ധിജി അഹമ്മദാബാദിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? to organize a സത്യാഗ്രഹ മൂവ്മെന്റ് amongst the cotton mill workers. അങ്ങനെ 1918 എന്താണ് സംഭവിച്ചത് മക്കളെ? മഹാത്മാഗാന്ധിജി അഹമ്മദാബാദിലുള്ള കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ട് അവരോട് ഒരു സ്ട്രഗിൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? 1917 അദ്ദേഹം ചാമ്പാരൻ ഡിസ്ട്രിക്ട്, ബീഹാറിലുള്ള ചാമ്പാരൻ ഡിസ്ട്രിക്ട് പോയിട്ട് അവിടെയുള്ള പ്ലാന്റേഷൻ ഓണേഴ്സിനെതിരെ പെസൻസിനോട് പോരാടാൻ വേണ്ടി പറഞ്ഞു അതേ വർഷം. പിന്നെ സെക്കൻഡ് പോയിന്റ് ഓർത്തിരിക്കേണ്ടത് ഏതാണ്? 1917 he organized a satyagraha to support the peasants of Kheda district of Gujarat. എന്തൊക്കെയാണ് അവിടെയുള്ള സിറ്റുവേഷൻ പെസൻസിന്റെ? they were affected, peasants were affected by crop failure
and plague epidemic, the peasants of Kedah could not pay the revenue. Okay, and they were demanding that revenue collection be relaxed. നിർത്തലാക്കണം, ഇത്തരം revenue collection നിർത്തലാക്കണം എന്ന് പറഞ്ഞ് കേഡ ഡിസ്ട്രിക്റ്റിലുള്ള പെസൻസ് പോരാടുകയാണ് ചെയ്തത് അല്ലേ? Okay, what about third point? 1918 മഹാത്മാഗാന്ധി എങ്ങോട്ടാണ് പോയത്? He went to Ahmedabad. അഹമ്മദാബാദിൽ എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? To organize a സത്യാഗ്രഹ among the cotton mill workers. കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ കൂടെ ഇരുന്നിട്ട് അവിടെയുള്ള ഓണേഴ്സിനെതിരെ അല്ലെ, കോട്ടൺ മിൽ ഓണേഴ്സിനെതിരെ ഒരു സത്യാഗ്രഹ ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൗലാറ്റ് ആക്ട്. എന്താണ് റൗലാറ്റ് ആക്ട് എന്ന് നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് പോയിന്റിലേക്ക് തന്നെ നമുക്ക് പോവാം അല്ലെ. ഗാന്ധിജി ഇൻ 1919, ഗാന്ധിജി 1919 എന്താണ് ലോഞ്ച് ചെയ്തത്? ഹി ലോഞ്ച് എ നാഷൻ വൈഡ് സത്യാഗ്രഹ അഗെയിൻസ്റ്റ് ദ പ്രപ്പോസ്ഡ് റൗലാറ്റ് ആക്ട് 1919. അപ്പൊ നോക്കുക, ഗാന്ധിജി 1919 എന്ത് ലോഞ്ച് ചെയ്തു? ഒരു നാഷണൽ സത്യാഗ്രഹ. ഇന്ത്യന്റെ എല്ലാ പാർട്സ് ഓഫ് റീജിയൻസിലും ഒരു സത്യാഗ്രഹ അദ്ദേഹം ഫോം ചെയ്തു. എന്തിനെതിരെ? 1990 ഒരു റൗലാറ്റ് ആക്ട് കൊണ്ടുവന്നിരുന്നു ഗവൺമെന്റ്. അതിനെതിരെയാണ് അദ്ദേഹം വന്നത്. ഓക്കെ, എന്താണ് ആ ആക്ട് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? സെക്കൻഡ് പോയിന്റിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ദിസ് ആക്ട് ഹാഡ് ബീൻ ഹറീഡ്ലി പാസ്ഡ് ടു ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡിസ്പൈറ്റ് ദ യുണൈറ്റഡ് ഒപ്പോസിഷൻ ഓഫ് ഇന്ത്യൻ മെമ്പേഴ്സ്. എന്ന് വെച്ചാല് ഈ ഒരു ആക്ട് പാസ് ചെയ്തത് എന്തിലൂടെയാണ്? ഇറ്റ് ഈസ് ത്രൂ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഉള്ളിലൂടെയാണ്. അവരാണ് ഈ ഒരു ആക്ട് പാസ് ചെയ്തത്. ഏത് കൗൺസിലാണ് മക്കളെ? ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാന്ന് മക്കളെ ഓർക്കണം. അത് ആരുടെ ഒരു ഇതില്ലാതെ, ഒപ്പോസിഷനും കേൾക്കാതെയാണ് ഇന്ത്യൻ മെമ്പേഴ്സ് ഇതിനെതിരെ, ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇന്ത്യൻ മെമ്പേഴ്സ് ഇതിനെതിരെ ഒപ്പോസിഷൻ പറയുകയും എതിര് പറയുകയും, പക്ഷെ ഇവരുടെ ഒപ്പോസിഷൻ ഒന്നും കണക്കിലാക്കാതെയാണ് റൗലാറ്റ് ആക്ട് അവിടെ നിലവിൽ വന്നത്. അതിനെതിരെ സത്യാഗ്രഹ ഫോം ചെയ്ത ആളായിരുന്നു ആര്? മഹാത്മാ ഗാന്ധി അല്ലെ. വാട്ട് അബൌട്ട് തേർഡ് പോയിന്റ്? ഇറ്റ് ഗേവ് ദ ഗവൺമെന്റ് എനോർമസ് പവേഴ്സ് ടു റിപ്രസ് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത് അല്ലെ. ഇറ്റ് ഗേവ് ഗവൺമെന്റ് എനോർമസ് പവേഴ്സ് ടു റിപ്രസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെ ഒരു റൗലാറ്റ് ആക്ടിന്റെ ഒരു മേന്മയായിട്ട് ഗവൺമെന്റ് പറയുന്നത് വെച്ചാല് എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് അടിച്ചമർത്താൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ഈ ഒരു ആക്ട് കൊണ്ട്. ഓക്കെ, ആൻഡ് അലൗഡ് ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിതൗട്ട് ട്രയൽ ഫോർ 2 years അല്ലെ. അതുപോലെ തന്നെ allow detention of political prisoners without trial for 2 years. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രിസണേഴ്സിനെ ഒരു ട്രയലും ഇല്ലാതെ 2 വർഷത്തേക്ക് ജയിലിലിടാനുള്ള ഒരു റൂളുമാണ് റൗലാറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഈ ഗവൺമെന്റിനെതിരെ പോരാടുന്നവരെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ജയിലിലിടുന്നതും ആ ഒരു റൗലാറ്റ് ആക്ടിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തൊക്കെ പോയിന്റ് ആണ് നമ്മൾ മക്കളെ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഗാന്ധിജി 1919 decided to launch what is National Satyagraha against which act? It is Rowlatt Act. അപ്പോ this second പോയിന്റിൽ എന്താണ് മക്കളെ പറയുന്നത്? This act had been hurriedly passed through Imperial Legislative Council despite the united opposition of Indian members എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ഒരു റൗലാറ്റ് ആക്ട് എന്തൊക്കെയാണ് ഗവൺമെന്റിന് പവർ നൽകിയത്? ഇറ്റ് ഗേവ് ദ ഗവൺമെന്റ് enormous powers to repress any political activities, പിന്നെ and allow detention of political prisoners without trial for 2 years. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, മഹാത്മാ ഗാന്ധി wanted non-violent and disobedience against such unjust laws.
which would start with Hartal on 6th April. ഇത്തരം ലോക്കെതിരെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പിൾ എന്ന് മക്കൾക്കറിയാം, നോൺ വയലൻസ്. വയലൻസിലൂടെയല്ല, നോൺ വയലൻസിലൂടെ, സത്യത്തിന്റെ പാതയിലൂടെ നമ്മൾ എന്ത് സ്ട്രഗിളും വിജയിക്കാം എന്നുള്ളതാണ് ആരുടെ കോൺസെപ്റ്റ് മക്കളെ? നമ്മുടെ ഗാന്ധിജീന്റെ കോൺസെപ്റ്റ് അല്ലെ. അപ്പോൾ അദ്ദേഹം ഇതിനെതിരെ, ഇത്തരം റൗലാറ്റ് ആക്ടിനെതിരെ 1990 ഈ ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്ന ഈ ഒരു റൗലാറ്റ് ആക്ടിനെതിരെ അദ്ദേഹം 6th ഏപ്രിലിൽ ഒരു ഹർത്താൽ നടത്തി. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് റാലീസ് വെയർ ഓർഗനൈസ്ഡ് ഇൻ വേരിയസ് സിറ്റീസ്. എല്ലാ സിറ്റീസിലും റാലീസ് ഓർഗനൈസ് ചെയ്തു. ആൻഡ് വർക്കേഴ്സ് വെന്റ് ഓൺ സ്ട്രൈക്ക് ഇൻ റെയിൽവേ വർക്ക്ഷോപ്സ്. ഈ വർക്കേഴ്സ് ഒക്കെ, ഈ തൊഴിലാളികളൊക്കെ എവിടെ സമരത്തിലിരുന്നു? റെയിൽവേ വർക്ക്ഷോപ്സിൽ. ആൻഡ് ഷോപ്സ് ക്ലോസ് ഡൗൺ. ഹർത്താൽ, ആദ്യത്തെ ഹർത്താൽ, ആ ഒരു ഹർത്താൽ അല്ലെ, ആ റൗലാറ്റ് ആക്ടിനെതിരെയുള്ള ഹർത്താലിന് അല്ലെ, ഇതിന് ഓർഗനൈസ് ചെയ്തിട്ട്, അല്ലെ ഇതിന് ഓർഗനൈസ് ചെയ്തിട്ട് കുറെ ആളുകള് റാലീസ് ഓർഗനൈസ് ചെയ്തു, സ്ട്രൈക്സ് ഉണ്ടാക്കി, എല്ലാ വിധത്തിലുള്ള ഷോപ്സ് ഒക്കെ ക്ലോസ് ഡൗൺ ആക്കിട്ടോ. പിന്നെ തേർഡ് പോയിന്റ് നോക്കിക്കേ, alarmed by the popular upsurge and scared that lines of communication such as railways and telegraph would be disrupted, the British administration decided to clamp down on nationalists. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സംഗതി, റെയിൽവേസ്, ടെലിഗ്രാഫ് ഒക്കെ നിർത്തലാക്കി. അതിലൊക്കെ ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്താക്കി? ഈ നാഷണലിസ്റ്റിനെതിരെ ഒരു സംഘർഷം അവര് ഓർഗനൈസ് ചെയ്തു. ആര്? ഈ ബ്രിട്ടീഷ് അതോറിറ്റി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മഹാത്മാഗാന്ധി വാണ്ടഡ് എ നോൺ വയലന്റ് ആൻഡ് ഡിസൊബീഡിയൻസ് അഗെയിൻസ്റ്റ് സച്ച് unjust laws, and rallies were organized in various cities. എല്ലാ സിറ്റീസിലും റാലീസ് ഓർഗനൈസ് ചെയ്തു. പിന്നെ workers went on strike in railway workshops and all shops were closed down. And third point എന്താണ്? അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റോപ്പായി. പിന്നെന്താ? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്തായി? ഇത്തരം നാഷണലിസ്റ്റിനെതിരെ അവരെന്ത് ചെയ്തു? ഇറങ്ങി ഇവരൊക്കെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു സംഘർഷം അവർക്കെതിരെ വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലോക്കൽ ലീഡേഴ്സ് വെർ പിക്ഡ് അപ്പ് ഫ്രം അമൃത്സർ. അല്ലെ, ഇന്ന് അമൃത്സറിൽ ഈ മഹാത്മാഗാന്ധി ഓർഗനൈസ് ചെയ്യുന്ന ഹർത്താൽ ആയിരുന്നല്ലോ. അപ്പൊ അമൃത്സറിൽ നിന്ന് പല ലോക്കൽ ലീഡേഴ്സിനെ അവർ കൂടെ കൂട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മഹാത്മാഗാന്ധി വാസ് ബാഡ് ഫ്രം എൻട്രിങ് ഡൽഹി. മഹാത്മാഗാന്ധി ഡൽഹിയിൽ എന്ത് ചെയ്തില്ല? അവിടെ പോയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവര് അമൃത്സറിൽ പോയപ്പോ എന്താണ് സംഭവിച്ചത്? ഓൺ 10th April, അങ്ങനെ ഏപ്രിൽ 10 ദി പോലീസ് ഇൻ അമൃത്സർ ഫയർഡ് അപ്പോൺ ദ പീസ്ഫുൾ പ്രൊസഷൻ. എന്ന് വെച്ചാൽ ഇവര് അവിടെയുള്ള സിറ്റീസിന് എതിരെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പോലീസുകാരൊക്കെ ഇവരെ അടിച്ചമർത്താൻ വേണ്ടി പോലീസുകാര് ഇവരെ കൊന്നെടുക്കാൻ പ്രൊവോക്കിംഗ് വൈഡ് സ്പ്രെഡ് അറ്റാക്സ് ഓൺ ബാങ്ക്സ്. അങ്ങനെ ബാങ്ക്സില്, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടിമുടി കച്ചറ അല്ലെ. ആൻഡ് ദ മാർഷ്യൽ ലോ വാസ് ഇമ്പോസ്ഡ് ആൻഡ് ജനറൽ ഡയർ ടുക്ക് കമാൻഡ്. അങ്ങനെ മാർഷ്യൽ ലോ അവിടെ തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ ജനറൽ ഡയർ എന്ന് പറയുന്ന ആള് ആർമീന്റെ തലവനായിട്ട് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ? The local leaders were picked up from Amritsar and Mahatma Gandhi was barred from entering Delhi. അദ്ദേഹത്തിന് ഡൽഹിയില് എന്താണ് എൻട്രി ചെയ്യാൻ സമ്മതിച്ചില്ല, അവിടേക്ക് കടക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ? ഓൺ 10th April the police in Amritsar fired upon this peaceful procession. And third point എന്താണ് മക്കളെ? martial law was imposed. എല്ലാവർക്കും വെടി ഉതിർക്കാൻ വേണ്ടിയുള്ള നിയമം വന്നു. and General Dyer took command. അങ്ങനെ ജനറൽ ഡയർ, അവിടുത്തെ ജനറൽ, ഒരു ആർമീന്റെ, ബ്രിട്ടീഷുകാരെ ആർമീന്റെ ജനറൽ ഡയർ ആ ഒരു പവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെ ഓൺ 13th April the infamous Jallianwala Bagh incident took place. അങ്ങനെ
ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ഒരു ഇൻസിഡന്റ് അല്ലെ നടന്നു അല്ലെ. ഓൺ ദാറ്റ് ഡേ, ആ ദിവസം എന്താണ് സംഭവിച്ചത്? എ ലാർജ് ക്രൗഡ് ഗാദേർഡ് ഇൻ ദ എൻക്ലോസ്ഡ് ഗ്രൗണ്ട് ഓഫ് ജാലിയൻ വാലാബാഗ് അല്ലെ. എന്ന് വെച്ചാൽ കുറേ ജനങ്ങള് അവിടെ ആ ഒരു ജാലിയൻ വാലാബാഗിന്റെ ഗ്രൗണ്ടിൽ അണിനിരന്നു എന്നുള്ളതാണ് പറയുന്നത്. എപ്പോ? ഇൻ 13th ഏപ്രിൽ അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. Some came to protest against the government's new repressive measures. ഈ ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷുകാരെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്ന റൗലറ്റ് ആക്ടിനെതിരെ കുറെ പേര് പ്രൊട്ടസ്റ്റ് ചെയ്തു ആ ഒരു ഗ്രൗണ്ടില് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വേറെ ചിലര് others had come to attend an annual Baisakhi fair. ചില ആള് അവിടെ ഫെയർ നടക്കുന്നുണ്ട്, അതില് ഭാഗമാകാൻ വന്നവരാണ്. പിന്നെ being from outside the city, many villages were unaware of the martial law that had been imposed. അല്ലെ, എന്ന് വെച്ചാൽ വില്ലേജസിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് സിറ്റിയിലെ മാർഷ്യൽ ലോ ഇമ്പോസ്റ്റ് ചെയ്തതാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത മക്കളെ? ഓൺ 13th April, the infamous Jallianwala Bagh incident took place. Okay, some came to protest against the government's new repressive measures, and others had come to attend the annual Baisakhi fair. And being from outside the city, many villages were unaware of the martial laws that were imposed. Okay, appo next slide like പോയാലോ. ഇനി നമ്മുടെ ജനറൽ ഡയർ entered the area. അവിടെയുള്ള ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ആർമിയുടെ തലവനായിട്ടുള്ള ജനറൽ ഡയർ ആ ഒരു ഏരിയയിൽ വന്നു. എന്തിനാ? ബ്ലോക്ക് ദ എക്സിറ്റ് പോയിന്റ്സ്. അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഗ്രൗണ്ടിൽ തന്നെ അവരെ ബന്ധിച്ചു. ആൻഡ് ഓപ്പൺ ഫയർ ഓൺ ദ ക്രൗഡ് ആൻഡ് കില്ലിംഗ് ദ ഹൺഡ്രഡ്സ്. അങ്ങനെ എല്ലാവർക്കുമെതിരെ വെടി ഉതിർത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 100 ആളുകൾ അതിൽ മരണപ്പെട്ടു ആ ഒരു ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. His object, as he declared later, was to produce a moral effect, to create in the minds of Satyagrahis a feeling of terror and awe. അല്ലേ, ഇന്ന് ഈ ഒരു ജനറൽ ഡയർ ഇവർക്കെതിരെ വെടി ഉതിർത്ത എന്താന്ന് വെച്ചാൽ ഈ സത്യാഗ്രഹീസ് ഈ ഒരു മൂവ്മെന്റ് അവർക്ക് ഈ ഒരു ഗവൺമെന്റിന്റെ റിപ്രസീവ് മെഷേഴ്സ്, അവരുടെ മെഷേഴ്സിനെതിരെ അല്ലെങ്കിൽ ഒതോറിയൽ ഓരോ പോളിസീസിനെതിരെ ഇവര് ഒരു തരത്തിലുള്ള മൂവ്മെന്റും ഉണ്ടാവാൻ പാടില്ല. അത്തരം ഒരു പേടി സത്യാഗ്രഹീസിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഡയർ ഇവരെയൊക്കെ 100 ആളുകളെ കൊന്നൊടുക്കിയത് എന്നുള്ളതാട്ടോ പറയുന്നത് മക്കളെ. ഓക്കെ, as the news of Jallianwala Bagh spread, crowds took to the streets in many North Indian towns. അങ്ങനെ ഈ ജാലിയൻ വാലാബാഗ് ന്യൂസ് അറിഞ്ഞിട്ട്, അവിടെയുള്ള ഇൻസിഡന്റ് അറിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് മക്കളെ? നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഒരു എജിറ്റേഷൻ ഫോം ചെയ്തു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. അങ്ങനെ ഡയർ entered the area of the ground of Jallianwala Bagh and he blocked the exit points and opened the fire on the crowd and killing the hundreds. And second point, his object, as he declared later, was to produce a moral effect. Okay, to create in the minds of Satyagrahis, it is a feeling of terror. Alle, what about the third point? As the news of Jallianwala Bagh spread, crowds took to the streets in many North Indian towns. ഓക്കെ, അപ്പോൾ ഇത്തരം 3 പോയിന്റ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കുറെ ജനങ്ങൾ ഒത്തുകൂടി എന്ന് ടീച്ചർ പറഞ്ഞില്ലേ. പിന്നെ എന്തൊക്കെയാ ഉണ്ടായത്? there were strikes. എല്ലാ സ്ഥലത്തും സമരങ്ങൾ രൂപപ്പെട്ടു. പിന്നെയോ ക്ലാഷസ് വിത്ത് ദ പോലീസ്മാൻ. ഈ പോലീസുകാരാണല്ലോ 100 ജനങ്ങളെ കൊന്നത്. ഈ പോലീസുകാർക്കെതിരെയും സമരങ്ങൾ വന്നു. ആൻഡ് അറ്റാക്സ് ഓൺ ഗവൺമെന്റ് ബിൽഡിങ്സ്. ഈ ബിൽഡിങ്സ്, ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ബിൽഡിങ്സ് ഒക്കെ തച്ചുടച്ചു ഈ സത്യാഗ്രഹീസ്. ഓക്കെ,
And the government responded with brutal repression. ഗവൺമെന്റിന് ദേഷ്യം പിടിച്ചു അല്ലെ. ബ്രിട്ടീഷ് അതോറിറ്റീസ് പറഞ്ഞ എല്ലാവരെയും, എല്ലാ സത്യാഗ്രഹസിനും കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. ദിറ്റ് ഈസ് സീക്കിംഗ് ടു ഹ്യൂമിലിയേറ്റ് ആൻഡ് ടെററൈസ് പീപ്പിൾ. ആളുകളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാലേ ഉള്ളൂ ഒരു തരത്തിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമത്തിനും അനുകൂലിച്ച് അവർ നിൽക്കുകയുള്ളൂ. ഉള്ളിലൊരു ഭയം വരുത്തണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സത്യാഗ്രഹീസ് were forced to wrap their noses on the ground. അല്ലെ, അവരെന്ത് ചെയ്തു? അവരുടെ മൂക്ക് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോഴ്സ്ലി അവർ ഒരച്ചോണ്ട് നിന്നു, ഇവർക്കെതിരെ ഒരു പ്രതിഷേധം പോലെ. ആൻഡ് ക്രൗൾ ഓൺ ദ സ്ട്രീറ്റ്സ്, റോഡിൽ അവരിങ്ങനെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ആൻഡ് ഡു സലാം ടു ഓൾ സാഹിബ്സ്, എല്ലാവർക്കും, എല്ലാ സലാംസിനും എല്ലാ സാഹിബ്സിനും സല്യൂട്ട് കൊടുത്തു. പീപ്പിൾ വെയർ ഫ്ലോക്ക്ഡ് ആറ്റ് വില്ലേജസ് അറൌണ്ട് ഗുജ്റാൻവാല ഇൻ പഞ്ചാബ് നൗ ഇൻ പാകിസ്ഥാൻ വെയർ ബോംബ്ഡ്. അങ്ങനെ എന്തായി? ദ വില്ലേജസ് ഗുജ്റാൻവാല ഇൻ പഞ്ചാബ് നൗ ഇൻ വെയർ ബോംബ്ഡ്. അങ്ങനെ ഈ ഗവൺമെന്റ് ഇവരൊക്കെ എന്ത് ചെയ്തു? സത്യാഗ്രഹീസ് വെയർ ഫോഴ്സ്ഡ് ടു rub their nose on the ground, crawl on the do Salman to all sahib and were clocked. അങ്ങനെ ഈ ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു സത്യാഗ്രഹസിനെ കൊണ്ട് അവർ ഫോഴ്സ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്തു? മൂക്ക് അല്ലെ അവിടെ ഗ്രൗണ്ടിൽ റബ്ബ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, കിടന്ന് ഉരുളിപ്പിച്ചു എന്ന് പറയില്ലേ ഈ ഗ്രൗണ്ടില്, മണ്ണില്. പിന്നെ എന്തൊക്കെയാ ചെയ്തത്? അവരുടെ വില്ലേജസ്, ഈ പഞ്ചാബിലുള്ള ഒരു ഗ്രാമമായിട്ടുള്ള ഗുജ്റാൻവാല എന്ന പഞ്ചാബിലെ ഒരു ഏരിയ അവർ ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ബ്രൂഷ്യൽ മെഷേഴ്സ് ആണ് ഈ ഒരു പോയിന്റിൽ കാണുന്നത്. എന്തൊക്കെയാണ് ഈ ജനങ്ങൾ കൊണ്ടുവന്നത് മക്കളെ? They were strikes and clashes with the police and attack on government buildings. And second point, ഗവൺമെന്റ് ഇവർക്കെതിരെ ബ്രൂഷ്യൽ മെഷേഴ്സ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഈ സത്യാഗ്രഹീസിന് പിന്നെയുള്ള നാളുകളിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? The government responded with a brutal repression, seeking to humiliate and terrorize people, and satyagrahis were forced to wrap their noses on the ground and crawl on the streets and do salam to all sahib. എല്ലാവരെയും ഫോഴ്സ് ചെയ്തിട്ട്, ജനങ്ങളെയൊക്കെ ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ പോലീസ്മാനെ സല്യൂട്ട് ചെയ്യിപ്പിച്ചു, നിർബന്ധിച്ച്. and people were flocked and villages around Gujranwala in Punjab now in Pakistan were bombed. Okay, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. സീക്കിംഗ് വയലൻസ് സ്പ്രെഡ്. അങ്ങനെ എല്ലാ സ്ഥലത്തും വയലൻസ് ആണ്. മഹാത്മാഗാന്ധി കോൾഡ് ഓഫ് ദ മൂവ്മെന്റ്. അങ്ങനെ മഹാത്മാഗാന്ധി ആ ഒരു മൂവ്മെന്റ് അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, വൈൽ ദ റൗലാറ്റ് Satyagraha had been widespread movement, it was still limited mostly to cities and towns. ആ റൗലാറ്റ് ആക്ടിനെതിരെയുള്ള മൂവ്മെന്റ് ആ സിറ്റീസിലും ടൗൺസിലും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ആൻഡ് മഹാത്മാഗാന്ധി now felt that the need to launch more broad based movement in India. അപ്പൊ മഹാത്മാഗാന്ധി ഉള്ളിൽ ഒരു ദൃഢ നിശ്ചയം എടുത്തു, ഇനി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അല്ലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ മൂവ്മെന്റ് അല്ലെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത നിലപാട്. Okay. But he was certain that no such movement could be organized without bringing the Hindus and Muslims closer together. ഒരു മൂവ്മെന്റും എന്താണ്, ഒരു റിലീജിയൻ ബേസ്ഡ് അപ്പോൺ മാത്രമായിട്ട് ഓർഗനൈസ് ചെയ്യരുത്. മുസ്ലിംസും ഹിന്ദുസും ഒരുമിച്ച് വേണം മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ്. One way of doing this he felt that was to take up the Khilafat issue. അല്ലേ, പിന്നെ അദ്ദേഹം ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത് ഖിലാഫത്ത് ഇഷ്യൂസിനെതിരെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? സീക്കിംഗ് വയലൻസ് സ്പ്രെഡ്, മഹാത്മാഗാന്ധി കോൾഡ് ഓഫ് ദ മൂവ്മെന്റ്. ഓക്കെ, മഹാത്മാഗാന്ധി now felt that the need to launch more broad based movements over every cities in India. Okay, but he was certain that no such movement could be organized. ഒരു മൂവ്മെന്റും ഒരു റിലീജിയനും മാത്രമുള്ള പീപ്പിൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ്? it should bring the Hindus and Muslims closer together. ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ എല്ലാ മൂവ്മെന്റ്സും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ആര് പറയുന്നത് മക്കളെ? നമ്മുടെ ഗാന്ധിജിയുടെ നോൺ വയലൻസ് കോൺസെപ്റ്റ് അല്ലെ. ഓക്കെ,
അങ്ങനെ the first world war had ended with the defeat of Ottoman Turkey. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറില് ആര് തോറ്റു മക്കളെ? ഓട്ടോമൻ ടർക്കിക്കാര് തോറ്റു അല്ലേ? And there were rumors that a harsh peace and there was a rumors that harsh peace treaty was going to be imposed on the Ottoman emperor, the spiritual head of ഇസ്ലാമിക് വേൾഡ്, ദ ഖാലിഫ. അങ്ങനെ അവർ തോറ്റു. ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുമ്പോൾ തന്നെ ഓട്ടോമൻ റൂളർ അവിടെ തോറ്റു. അപ്പോൾ തന്നെ റൂമേഴ്സ് പറഞ്ഞു അവിടെ ഇനിയിപ്പോ എന്താ പറയാ സമാധാനം ഇനിയിപ്പോ ഉണ്ടാവാൻ പോവാണ്. ഓട്ടോമൻ എംപറർ ആയിട്ടുള്ള ഇസ്ലാമിക് വേൾഡിന്റെ ഹെഡാണ് ആര്? ഖാലിഫ. ഓക്കെ, ടു ഡിഫെൻഡ് ദ ഖാലിഫാസ് ടെമ്പറൽ പവേഴ്സ് എ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് വെച്ചാല് ഇനിയിപ്പോ ഇതിൽ വാറിൽ തോറ്റുകൊണ്ട് അത്ര പവേഴ്സ് ഒന്നും ഖാലിഫയ്ക്ക് വരില്ലല്ലോ. അപ്പൊ ഉള്ള പവേഴ്സ്, താൽക്കാലികമായി നിൽക്കുന്ന പവേഴ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഖാലിഫ ഒരു മൂവ്മെന്റ് ഫോം ചെയ്തു. ഏത് മൂവ്മെന്റ് ആണ് മക്കളെ? ദിറ്റ് ഇസ് ഖിലാഫത്ത് കമ്മിറ്റി. എവിടെയാണ് ഫോം ചെയ്തത്? ബോംബെയിലാണ് അല്ലെ? ഇൻ മാർച്ച് 1990 ബോംബെയില് ഒരു ഖിലാഫത്ത് കമ്മിറ്റി ഖാലിഫ ഓർഗനൈസ് ചെയ്തു. എന്താന്ന് വെച്ചാൽ വാറിൽ അവർ തോറ്റത് കൊണ്ട്, ഓട്ടോമൻ ടർക്കി തോറ്റത് കൊണ്ട് അവരുടെ പവർ എന്തായാലും പോകുന്ന കണ്ടുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഖാലിഫ, ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ഇസ്ലാമിക് വേൾഡ്, ഹാസ് ഫോംഡ് എ കമ്മിറ്റി നോൺ ആസ് ഖിലാഫത്ത് കമ്മിറ്റി ഇൻ ബോംബെ ഇൻ മാർച്ച് 1919. ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ ഈ ഒരു കമ്മിറ്റീന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ആരൊക്കെയാ വന്നത് നോക്കിയാലോ? ഈ ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് കമ്മിറ്റീന്റെ എ യങ് ജനറേഷൻ ഓഫ് മുസ്ലിം ലീഡേഴ്സ്, അവിടെയുള്ള പുതുതലമുറയിൽ പെട്ടിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി ബിഗൻ ഡിസ്കസിങ് വിത്ത് മഹാത്മാ ഗാന്ധി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് എ യുണൈറ്റഡ് മാസ് ആക്ഷൻ ഓൺ ദ ഇഷ്യൂ. അങ്ങനെ ഈ ഒരു ഇഷ്യൂല് മഹാത്മാ ഗാന്ധിജിനെ ഉൾക്കൊള്ളിച്ചു ആര്? യങ് ജനറേഷൻ ലീഡേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഗാന്ധിജിയുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് കൊണ്ട്. And Gandhiji saw this as an opportunity to bring Muslims under the umbrella of a unified national movement. അപ്പൊ ഖിലാഫത്തുകാർ ഒരു സഹായം ചോദിച്ച് ഗാന്ധിജിന്റെ അടുത്ത് വന്നതാണ്. അപ്പൊ ഗാന്ധിജിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? ഈ മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ഒരേ രീതിയിൽ ഈ സത്യാഗ്രഹ മൂവ്മെന്റിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? അങ്ങനെ കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസ്, അപ്പൊ കോൺഗ്രസിന്റെ ഒരു കൽക്കട്ടയിൽ ഒരു സെഷൻ ഉണ്ടായി, മീറ്റിംഗ് ഉണ്ടായി. എപ്പോഴാണ്? സെപ്റ്റംബർ 1920. He convinced other leaders of the need to start a non-cooperation movement in support of Khilafat as well as for Swaraj. അങ്ങനെ കൽക്കട്ടയിൽ 1920 കോൺഗ്രസ്സുകാർ ഒരു സെഷൻ, ഒരു മീറ്റിംഗ് കൂടി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് the need to start a non-cooperation movement സ്റ്റാർട്ട് ചെയ്തു. ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ മക്കളെ? ഈ ഖിലാഫത്ത് മൂവ്മെന്റ് കൗൺസിലിനെ, കമ്മിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഫോം ചെയ്തായിരുന്നു. എന്തൊക്കെയാ അല്ലേ? അപ്പൊ യങ് ലീഡേഴ്സ് ആയിട്ടുള്ള മുസ്ലിം ലീഡേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലി began discussing with Mahatma Gandhi based upon the issue. Second point, Gandhiji saw this as an opportunity in order to bring Muslims under the umbrella of this nationalist satyagraha. And at the Calcutta session of the Congress in September 1920, he convinced other leaders and the need for a non-cooperation movement in order to support whom? Caliphas. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ പറഞ്ഞു പോവാം അല്ലെ? ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ പറഞ്ഞു പോയത് അല്ലെ? വാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റഡ് ന്യൂ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് അല്ലെ? പല ചേഞ്ചസും വരാം, അവിടെയുള്ള ഗവൺമെന്റിന് വരെ പല ചേഞ്ചസ് വരാം അല്ലെ? അപ്പോൾ എന്താണ്, ഈ വാർ നടത്തുമ്പോൾ നമ്മുടെ ആർമിക്ക് കൂടുതൽ വാർ എക്സ്പെൻസ് ഉണ്ടാവും അല്ലെ? ആ ഒരു ടൈമിൽ ഹ്യൂജ് ഇൻക്രീസ് ആയിരുന്നു. എന്തിന്? ഇറ്റ് ഈസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടി.
ഓക്കെ, വാർ ലോൺസ് എടുക്കാൻ തുടങ്ങി അല്ലെ, കുറെ ആയുധങ്ങൾ നമുക്ക് വാങ്ങണം. അപ്പോൾ ഈ ടാക്സസ് കൂടി അല്ലെ, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഒരു ടൈമില്. വാർ ഇയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ആ ഒരു ടൈമിൽ എല്ലാ സാധനങ്ങൾക്കും പൈസ കൂടി അല്ലേ. 1913 and 1918 അത് ആ ഒരു ടൈം എന്ന് പറയുന്ന, ആ ഒരു യുദ്ധത്തിന്റെ കാലം എന്ന് പറയുന്ന ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഓക്കെ മക്കളെ, നെക്സ്റ്റ് സ്ലൈഡിൽ എന്താ നമ്മൾ പറഞ്ഞത്, അപ്പൊ വില്ലേജസിലുള്ള ആളുകൾ അവരുടെ മക്കളെയൊക്കെ സോൾജേഴ്സ് ആക്കാൻ വേണ്ടി ഇതാക്കി അല്ലെ. പിന്നെ 1921 ആ ഒരു വർഷത്തില് കുറെ ധാന്യങ്ങൾ നശിച്ചു അല്ലെ. അതെന്ന് പറയുമ്പോൾ കുറെ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി അല്ലെ. ഇങ്ങനെയുള്ള വാർ നടക്കും, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ കൂടെ പകർച്ചവ്യാധികളും, കൂടാതെ ഇവിടെ ഭക്ഷ്യക്ഷാമം ഒന്നിച്ചു കൂടിയപ്പോ കുറെ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ ആളുകളുടെ ഉള്ളിലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, എന്താന്ന് വെച്ചാൽ ഈ യുദ്ധം തീരുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാന്ന്. പക്ഷെ അത് ഒരിക്കലും നടന്നില്ല അല്ലെ. അങ്ങനെ ഒരു പുതിയ ലീഡർ വരികയും പുതിയൊരു മൂവ്മെന്റ്, ഒരു സത്യാഗ്രഹം വരികയും ചെയ്തു. ആരായിരുന്നു ആ ലീഡർ മക്കളെ, പറഞ്ഞേ ആരായിരുന്നു? വെരി ഗുഡ്, നമ്മുടെ മഹാത്മാഗാന്ധി അല്ലെ. ഒരു സത്യാഗ്രഹ എന്ന് പറയുന്ന ഐഡിയ തന്നെ കോയിൻ ചെയ്തത് നമ്മുടെ ഫാദർ ഓഫ് അവർ നാഷൻ ഗാന്ധിജിയാണ്. അദ്ദേഹം എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത്? 1915 ജനുവരിയിലാണ് അല്ലെ. പിന്നെ അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്? ഹി ഹാഡ് കം ഫ്രം സൗത്ത് ആഫ്രിക്ക. അങ്ങനെ അദ്ദേഹം ഒരു സത്യാഗ്രഹം കൊണ്ടുവന്നു. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ഒരു മാസ് എജിറ്റേഷൻ ഫോം ചെയ്തു എഗെയിൻസ്റ്റ് റേസിസ്റ്റ് റിജിം. അതിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത് മക്കളെ? സത്യാഗ്രഹ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ദ നീഡ് ടു സെർച്ച് ഫോർ ട്രൂത്ത്. വാട്ട് അബൌട്ട് തേർഡ് പോയിന്റ്? അദ്ദേഹം പറയുന്നത് എല്ലാ ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആയിക്കോട്ടെ, ഇപ്പോ അതിനൊന്നും എന്താ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉപയോഗിച്ചിട്ട്, കയ്യിൽ ആയുധം ഉപയോഗിച്ച് ആരെയും വെട്ടും കുത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നോൺ വയലൻസിലൂടെ നമ്മുടെ സൈഡിലാണ് ട്രൂത്ത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വിജയം നമുക്ക് തന്നെ കീഴടക്കാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റാണ് ആര് പറയുന്നത് മക്കളെ? നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഈ സ്ലൈഡിലും പറയുന്നത്. ഗാന്ധിജി പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഇത് നോൺ വയലൻസ് ആകുമ്പോൾ നമുക്ക് എന്താക്കാം, ഈ നോൺ വയലൻസ് കോൺസെപ്റ്റിലൂടെ എല്ലാ ഇന്ത്യൻസിനെയും, മുസ്ലിംസിനെയും, ഹിന്ദു എല്ലാ ജാതിയിലുള്ളവരെയും നമുക്ക് ഒറ്റ കുടക്കീഴിലാക്കാം. അങ്ങനെ അദ്ദേഹം എന്താണ് 1917 അദ്ദേഹം ബീഹാറിലെ ചാപ്പാരനിൽ പോയി അവിടെയുള്ള പെസൻസിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവിടെയുള്ള പ്ലാന്റേഷൻ ഓണേഴ്സിനോട് നിങ്ങൾ പോരാടണം, നോൺ വയലൻസ് ആ ഒരു കോൺസെപ്റ്റിലൂടെ പോരാടണം എന്ന് പറഞ്ഞു. 1917 അദ്ദേഹം വേറൊരു സ്ഥലത്തും കൂടെ പോയി, ഗുജറാത്ത് സ്റ്റേറ്റിലെ കേദ ഡിസ്ട്രിക്റ്റിലെ പെസൻസിനോട് പോരാടാൻ വേണ്ടി പറഞ്ഞു. അവിടെ എന്ന് വെച്ചാൽ എന്തൊക്കെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ക്രോപ്പ് ഫെയിലിയർ ആൻഡ് പ്ലാഗ് എപ്പിഡമിക് കാരണം കുറെ ആളുകൾ എന്താണ്, അവർക്ക് ടാക്സ്, ഈ റവന്യൂ ടാക്സ് അടയ്ക്കാൻ പറ്റാതെയായി. ആ ഒരു അവസ്ഥക്കെതിരെയാണ് അവർ പോരാടിയത്. അങ്ങനെ 1918 മഹാത്മാഗാന്ധിജി അഹമ്മദാബാദിലേക്ക് പോയിട്ട് അവിടെയുള്ള കോട്ടൺ മിൽ വർക്കേഴ്സിനോട് ഒരു മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ. പിന്നെ റൗലാറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് കൊണ്ടുവന്നു? ഒരു റൗലാറ്റ് ആക്ട് കൊണ്ടുവന്നു. ഇതെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തച്ചുടയ്ക്കാനും അല്ലെ, എന്തെങ്കിലും ലീഡേഴ്സ് വരികയാണെങ്കിൽ അവരെ ഒരു ഇതും ഇല്ലാതെ അവരുടെ ഒരു ആർഗ്യുമെന്റ് ഒന്നും കേൾക്കാതെ, ഒപ്പീനിയൻ ഒന്നും കേൾക്കാതെ 2 വർഷത്തേക്ക് ജയിലിൽ ഇടാനുള്ള ഇതും ആ ഒരു റൗലാറ്റ് ആക്ട് ഉണ്ടായിരുന്നു. എങ്ങനെ ആ ഒരു റൗലാറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി കൊണ്ടുവന്ന ഒരു സ്ട്രൈക്ക് ആയിരുന്നു ഹർത്താൽ ഓൺ 6th ഏപ്രിൽ. ആ ഒരു 6th ഏപ്രിലിൽ ഹർത്താൽ വന്നപ്പോൾ കുറെ റാലീസ് ഓർഗനൈസ് ചെയ്തു. അതുപോലെ സ്ട്രൈക്സ് ഉണ്ടായി. റെയിൽവേ വർക്ക്ഷോപ്പില് ഷോപ്സ് ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്തു അല്ലെ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ വെടി ഉതിർത്തു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ലോക്കൽ അമൃത്സറിലുള്ള ലോക്കൽ ലീഡേഴ്സ് ഒക്കെ ഇതിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ 13th ഏപ്രിൽ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന മൂവ്മെന്റ് ടുക്ക് പ്ലേസ് ചെയ്തു. അവിടെ കുറെ ആളുകൾ അവിടെ തിങ്ങിക്കൂടിയ ഗ്രൗണ്ടില് അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു പ്രൊട്ടസ്റ്റിനെതിരെ എന്താണ്, ഈ ഗവൺമെന്റിന്റെ ന്യൂ റിപ്രസീവ് മെഷേഴ്സിനെതിരെയാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് ടീച്ചർ പറഞ്ഞില്ലേ. അങ്ങനെ എന്താണ് സംഭവിച്ചത് അവിടെ അല്ലെ? കുറെ ആളുകളെ എന്ത് ചെയ്തു? ജനറൽ ഡയർ എന്ന് പറയുന്ന ആർമി ലീഡർ കുറെ ആളുകളെ അവിടെ തന്നെ എന്ത് ചെയ്തു? വെടി ഉതിർത്ത് 100 കണക്കിന് ആളുകളെ കൊന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ.
അങ്ങനെ ഈ ജാലിയൻ വാല ബാഗ് ന്യൂസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുകയും അവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ എല്ലാവരും ഒരു സ്ട്രൈക്ക് ഒക്കെ ഓർഗനൈസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ഈ ആളുകൾ എന്നിട്ടും നിൽക്കുക, അവർക്ക് സത്യാഗ്രഹീസിന് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടിട്ട് they were forced to rub their noses on the ground. സത്യാഗ്രഹീസിനെ എന്തൊക്കെ ചെയ്യിപ്പിച്ചു ഈ ഗവൺമെന്റ് മക്കളെ? That is, സത്യാഗ്രഹീസ് were forced to rub their noses on the ground and crowd on the streets and do salam to all sahibs, and people were flocked and villages around എവിടെയുള്ള it is Gujranwala in Punjab were bombed. Okay, പിന്നെ മഹാത്മാഗാന്ധി പിന്നെ മൂവ്മെന്റ് ഒക്കെ ഇതാക്കി, ഇനി ഇങ്ങനെയുള്ള പ്രശ്നം വേണ്ട. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞു ഇനി ഇന്ത്യയിലെ പല ഭാഗത്തിലായിട്ട് നമുക്ക് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒക്കെ നമുക്ക് ഒന്നാക്കി കൊണ്ടുവരാൻ പറ്റും അല്ലെ. അങ്ങനെ ഖിലാഫത്ത് ഇഷ്യൂവിനെ ആ ഒരു ഇഷ്യൂ ഉണ്ടായത് എപ്പോഴാണ് മക്കളെ? ഖിലാഫത്ത് ഇഷ്യൂ ഫസ്റ്റ് വേൾഡ് വാറിൽ വിത്ത് ഡിഫീറ്റ് ഓഫ് ഓട്ടോമൻ ടർക്കി ഡിഫീറ്റ് അവർ ഇതായപ്പോൾ അവിടെ റൂമേഴ്സ് ഉണ്ടായിരുന്നു ഹാഷ് പീസ് ട്രീറ്റി വാസ് ഗോയിങ് ടു ബി ഇമ്പോസ്ഡ് ഓൺ ദ ഓട്ടോമൻ എംപറർ ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പവേഴ്സ് ഒക്കെ ഇല്ലാതാക്കാൻ പോവാന്നുള്ളൊരു വാർത്ത കേട്ടു. അങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് കമ്മിറ്റി അവർ ഫോം ചെയ്തു. എവിടെ? ബോംബെയിൽ ഇൻ മാർച്ച് 1990. അങ്ങനെ മുസ്ലിം ലീഡേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആരുടെ കൂടി? മഹാത്മാഗാന്ധിജിയുടെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഇഷ്യൂവിനെതിരെ അവർ പ്രവർത്തിച്ചു. അങ്ങനെ ഗാന്ധിജി ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കൽക്കട്ട സെഷൻ ഓഫ് കോൺഗ്രസിൽ പറയുകയും അവിടെയുള്ള ലീഡേഴ്സിനോട് ഇനി ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സപ്പോർട്ട് നേടുകയും, ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി ഫോം ചെയ്ത്? ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദ ഖിലാഫത്ത്. ഓക്കെ, എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ എന്താണ് നോൺ കോപ്പറേഷൻ? ഈ ഖിലാഫത്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി കൽക്കട്ട സെഷനിലെ കോൺഗ്രസ്സുകാർ ഒരു സെഷൻ ഫോം ചെയ്തത്. അവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വേണം ഈ ഖിലാഫത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഇനി എന്താണ് നോൺ കോപ്പറേഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.